കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വർഷങ്ങളായി നമ്മൾ കണ്ടും അനുഭവിച്ചറിഞ്ഞതുമായ നഗരസഭാ ഭരണ രീതികളിൽ നിന്ന് തിരുവനന്തപുരം ഒരു വലിയ മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ പുനർനിർമ്മാണത്തിലേക്ക് കടക്കുകയാണോ? അതെ, അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മോട് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ച് മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള CPM ഭരണകാലത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെയായിരുന്നുവെന്ന് നഗരത്തിലെ ഓരോ പൗരനും ഓർമ്മയുണ്ട്. അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും പിൻവാതിൽ നിയമനങ്ങളുടെയും പേരിൽ കടുത്ത വിമർശനങ്ങൾ നേരിട്ട ഒരു ഭരണകാലമായിരുന്നു അത്. ഞങ്ങൾ ഭരിക്കുന്നിടത്ത് ഞങ്ങൾ എന്തുമിറക്കും, ഞങ്ങൾ പറയുന്നതാണ് നിയമം എന്ന തരത്തിലുള്ള ഒരു ധാർഷ്ട്യമായിരുന്നു അന്ന് പലപ്പോഴും ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിന്റെ ഫലമോ അനധികൃത നിർമ്മാണങ്ങളും കയ്യേറ്റങ്ങളും നഗരത്തിൽ തഴച്ചു വളർന്നു. നിയമം നടപ്പാക്കേണ്ടവർ തന്നെ നിയമലംഘനങ്ങൾക്ക് സംരക്ഷണം തീർക്കുന്ന ഒരു ദയനീയ കാഴ്ചയാണ് പിന്നീട് കണ്ടത്. എന്നാൽ ഇന്ന് കഥ മാറി. തിരുവനന്തപുരത്ത് ഇപ്പോൾ കാറ്റ് മാറ്റി വീശുകയാണ്. അവിടെയാണ് VV രാജേഷ് എന്ന നേതാവിന്റെ കർശനമായ ഇടപെടലുകൾ ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത്. ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ ഭരിച്ച ആ വർഷങ്ങളിൽ തിരുവനന്തപുരം നഗരം നേരിട്ട പ്രതിസന്ധികൾ ചെറുതല്ല. നഗരത്തിന്റെ റോഡുകൾ തകർന്ന് തരിപ്പണമായി, വെള്ളക്കെട്ട നഗരവാസികളുടെ സ്വൈര്യം കെടുത്തി, ഗതാഗതക്കുരുക്ക് നിത്യസംഭവമായി. ഇതിനൊക്കെ കാരണം എന്തായിരുന്നു? കൃത്യമായ മേൽനോട്ടത്തിന്റെയോ നിയമപാലനത്തിന്റെയോ അഭാവം തന്നെ. അനധികൃതമായി കെട്ടിടങ്ങൾ പണിയുന്നവരും റോഡുകൾ കയ്യേറുന്നവരും കരുതിയത് തങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്നാണ്. കാരണം ഭരണത്തിലിരിക്കുന്നത് CPM ആയിരുന്നു, തങ്ങളുടെ പാർട്ടിയാണ്. അതുകൊണ്ട് എന്ത് നിയമലംഘനവും നടത്താം, ആരും ചോദിക്കാൻ വരില്ല എന്നൊരു അഹങ്കാരം അന്ന് ഈ മാഫിയകൾക്കും ഗുണ്ടകൾക്കും ഉണ്ടായിരുന്നു. പിൻവാതിൽ നിയമന വിവാദങ്ങൾ മുതൽ കോർപ്പറേഷനിലെ ഫയലുകൾ മുക്കുന്നത് വരെ നീണ്ടുനിന്ന ആ ഭരണകാലം ജനങ്ങളെ അങ്ങേയറ്റം നിരാശകരാക്കിയിരുന്നു. ഒരു നഗരസഭ എങ്ങനെയാകരുത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ആ കാലഘട്ടം മാറി. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും പ്രഖ്യാപനങ്ങൾ മാത്രമായി പിന്നീട് കാര്യങ്ങൾ ഒതുങ്ങി. നിയമം നടപ്പാക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ നിയമലംഘനങ്ങൾക്ക് കുടപിടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് തലസ്ഥാനം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. ഇത് VV രാജേഷ് ആണെന്ന് നഗരവാസികൾ തന്നെ ഉറക്കെ പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ അരാജകത്വത്തിനും നിയമലംഘനങ്ങൾക്കും ഒരു അറുതി വരുത്തിക്കൊണ്ട് തിരുവനന്തപുരം നഗരത്തെ പുതിയൊരു പാതയിലേക്ക് നയിക്കുകയാണ് VV രാജേഷും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘവും. ഇന്ന് നമ്മൾ കാണുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? മുട്ടടയിൽ നിയമം ലംഘിച്ച് റോഡ് കയ്യേറി 21 മീറ്റർ പുറത്തേക്ക് കൂറ്റൻ കെട്ടിടം പണിത സംസമിയ ഹോട്ടൽ കോർപ്പറേഷൻ നേരിട്ടെത്തി പൂട്ടിച്ചിരിക്കുകയാണ്. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ഞങ്ങളെ ആരും തൊടില്ല എന്ന അഹങ്കാരത്തോടെ പ്രവർത്തനം തുടരാൻ നോക്കിയ ആ സ്ഥാപനത്തിന് മുന്നിൽ നിയമം നടപ്പാക്കിയിരിക്കുകയാണ്. മേയറുടെയും ഉദ്യോഗസ്ഥരുടെയും നേരിട്ടുള്ള ഇടപെടൽ CPM കാലത്തെ അഴിമതിയുടെ വേരുറക്കുന്നതാണ്. മുട്ടടയിൽ മാത്രമല്ല, കുറുവൻകോണത്ത് പുളിമൂട്ടിൽ ഭാസ്കർ ബുക്ക് സ്റ്റാളിന് സമീപം അനുമതിയില്ലാതെ 4 നിലകളായി പണിത കെട്ടിടങ്ങൾ, അങ്ങനെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനധികൃതമായി പൊന്തി വന്ന എല്ലാ നിർമ്മാണങ്ങൾക്കുമെതിരെ ഇപ്പോൾ കർശന നിയമ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തിരുവനന്തപുരം നഗരത്തിൽ 1 സെന്റിമീറ്റർ പോലും അനധികൃത നിർമ്മാണം അനുവദിക്കില്ല എന്ന VV രാജേഷിന്റെ പ്രഖ്യാപനം വെറുമൊരു വാക്കല്ല, മറിച്ച് പ്രവൃത്തിയിലൂടെ തെളിയിക്കപ്പെടുകയാണ്. പൊതുജനങ്ങളുടെ പരാതികളിൽ അപ്പോൾ തന്നെ ഇടപെടാനും ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായത്തോടെ നിയമലംഘകരെ നേരിടാനുമുള്ള ഈ ഇച്ഛാശക്തിയാണ് ഇന്ന് തിരുവനന്തപുരം നഗരത്തിന് ആവശ്യമായിരുന്നത്. ഒരു നഗരം എങ്ങനെ വളരണം, എങ്ങനെ സംരക്ഷിക്കപ്പെടണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് കാണുന്നത്. CPM ഭരണകാലത്ത് രാഷ്ട്രീയ സംരക്ഷണത്തിന്റെ തണലിൽ വളർന്ന എല്ലാത്തരം അനധികൃത കയ്യേറ്റങ്ങൾക്കും മാഫിയ പ്രവർത്തനങ്ങൾക്കും എതിരെയാണ് ഇപ്പോൾ ശക്തമായ നടപടി ഉണ്ടായിരിക്കുന്നത്. ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പരാജയപ്പെട്ട ഭരണരീതിയിൽ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷനെ മോചിപ്പിച്ച് അഴിമതിരഹിതമായ നിയമം നടപ്പാക്കുന്ന ഒരു മികച്ച നഗരമാക്കി മാറ്റുന്നതിനുള്ള ചരിത്രപരമായ ദൗത്യമാണ് ഇപ്പോൾ VV രാജേഷും സംഘവും ഏറ്റെടുത്തിരിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാനും നഗരത്തിലെ വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും പരിഹരിക്കാനും ഈ കർശന നടപടികൾ ആവശ്യമാണ്. മാറ്റത്തിന്റെ പാതയിലാണ് തിരുവനന്തപുരം. അതെ, അഴിമതിയുടെയും നിയമലംഘനത്തിന്റെയും കാലത്തിന് വിരാമമിട്ട് കർശനമായ ഭരണപാടവത്തിലൂടെ നഗരം വീണ്ടും പടുത്തുയർത്തപ്പെടുന്ന ഈ കാഴ്ച കേരള രാഷ്ട്രീയത്തിന് തന്നെ ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് തലസ്ഥാന നഗരിയിൽ വർഷങ്ങളായി വേരുറച്ചുപോയ നിയമവിരുദ്ധ സംസ്കാരത്തിനെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പാണിത്.
മുൻകാലങ്ങളിൽ എന്ത് ക്രമക്കേട് കാണിച്ചാലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാം എന്നൊരു ധാരണ ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നു. ആ ധാരണയാണ് ഇപ്പോൾ തിരുത്തി കുറിക്കപ്പെടുന്നത്. മുട്ടടയിലെ ഈ ഒരു ഹോട്ടൽ പൂട്ടിച്ച സംഭവത്തിലൂടെയും മറ്റ് സ്ഥലങ്ങളിലും സമാനമായ രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിച്ചതിലും പരിശോധനകളിലൂടെയും കോർപ്പറേഷൻ ഭരണകൂടം നൽകുന്ന സന്ദേശം വ്യക്തമാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. കയ്യേറ്റങ്ങൾ ഇനി ഒരു കാരണവശാലും വെച്ച് പൊറപ്പിക്കില്ല. എന്തുകൊണ്ടാണ് ഇത്രയധികം അനധികൃത നിർമ്മാണങ്ങൾ നഗരത്തിൽ പെരുകിയത്? അതിനുള്ള ഒരേ ഒരു ഉത്തരം മുൻകാലങ്ങളിലെ ദുർബലമായ ഭരണ നേതൃത്വമാണ്. ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ ഭരിച്ച വർഷങ്ങളിൽ നഗരസഭ നോക്കുകുത്തിയായി മാറി എന്നത് വേണം പറയാൻ. ഫയലുകളിൽ ഉറങ്ങിക്കിടന്ന സ്റ്റോപ്പ് മെമ്മോകളും നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥർക്കുമേൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നുണ്ടായ സമ്മർദ്ദങ്ങളും നഗരത്തെ ഒരു അരാജകത്വത്തിലേക്ക് തള്ളിയിട്ടു. പാർട്ടി ഓഫീസുകളുടെ പിൻബലമുള്ളതുകൊണ്ട് മാത്രം റോഡുകൾ കയ്യേറിയും ചട്ടങ്ങൾ ലംഘിച്ചും കൂറ്റൻ കെട്ടിടങ്ങൾ പടുത്തുയർത്തിയും മാഫിയ സംഘങ്ങൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറി. നഗരത്തിൽ മഴ പെയ്താൽ റോഡുകൾ വെള്ളത്തിലടിയിലാകുന്നതും മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നതും എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ പ്രധാന കാരണം ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങളാണ്. അന്ന് ഭരണത്തിലിരുന്നവർ ഇതിനൊക്കെ മൗനാനുമതി നൽകുകയായിരുന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നാമമാത്രമായ ചില നടപടികൾ എടുത്തതല്ലാതെ യാതൊരുവിധ ഇച്ഛാശക്തിയും അന്നത്തെ മേയറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. പിൻവാതിലിലൂടെ ആളുകളെ കയറ്റുന്നതിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലുമാണ് അന്ന് ഭരണകൂടം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ ആ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൊണ്ടുവന്ന കർശനമായ ഭരണരീതി നഗരവാസികളിൽ വലിയ ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. ഒരു സെന്റിമീറ്റർ പോലും അനധികൃത നിർമ്മാണം അനുവദിക്കില്ലെന്ന അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാട് വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലുമാണ് ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും നിയമം ലംഘിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങളുടെ മുന്നിലേക്ക് മേയറും ഉദ്യോഗസ്ഥ സംഘവും നേരിട്ടെത്തി നടപടി സ്വീകരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ പുതിയൊരു മാതൃകയാണ്. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരാതികളിൽ ഒട്ടും താമസമില്ലാതെ അപ്പോൾ തന്നെ എഞ്ചിനീയർമാരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരെയും അയച്ച് നടപടിയെടുക്കുന്ന ശൈലി ഭരണരംഗത്ത് വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം തേടി നിയമലംഘകരെ നേരിടാൻ തയ്യാറാകുന്ന ഈ ഭരണകൂടം ജനപക്ഷത്തെയാണ് നിലകൊള്ളുന്നത് എന്ന് ഓരോ പൗരനും ഇപ്പോൾ തിരിച്ചറിയുകയാണ്. രാഷ്ട്രീയത്തിൽ വിമർശകർ എപ്പോഴും ഉണ്ടാകും. പുതിയൊരു നേതൃത്വം അധികാരത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ച് വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥിതിയെ പൊളിച്ചെഴുതാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പല കോണുകളിൽ നിന്നും ആരോപണങ്ങളും വിമർശനങ്ങളും എല്ലാം ഉയർന്നു വരുമെന്നത് സ്വാഭാവികമാണ്. അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചവർക്കുള്ള അല്ലെങ്കിൽ സംശയിച്ചവർക്കുള്ള ഏറ്റവും മറുപടിയാണ് ഈ ഒരു നഗരത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന നടപടികൾ. വാക്കുകളിലല്ല മറിച്ച് പ്രവൃത്തിയിലൂടെയാണ് മാറ്റം വരുന്നതെന്ന് അദ്ദേഹം ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി മുൻകാലങ്ങളിൽ ആര്യ രാജേന്ദ്രന്റെ ഭരണകാലത്ത് നഗരസഭയിൽ എന്തെല്ലാം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ അതിനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് രാഷ്ട്രീയ നേതൃത്വം സംരക്ഷിച്ചിരുന്നത് എന്നത് കേരളം കണ്ടതാണ്. അന്ന് മന്ത്രിമാരുടെയോ ഭരണകക്ഷി നേതാക്കളുടെയോ ഒത്താശയോടെയായിരുന്നു പല അനധികൃത നിർമ്മാണങ്ങൾ മുന്നോട്ട് പോയത്. വി രാജേഷിനെ രാഷ്ട്രീയമായി നേരിടാനും അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ തടയാനും പലതവണ പലരും ശ്രമിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും ഒക്കെ അദ്ദേഹത്തിനെതിരെ പലവിധ രാഷ്ട്രീയ നീക്കങ്ങളുണ്ടായി. എന്നാൽ അതെല്ലാം തള്ളിക്കൊണ്ട് ജനങ്ങളുടെ പക്ഷത്ത് ഉറച്ചു നിന്ന് വി രാജേഷ് നടപ്പിലാക്കുന്ന കർശന നടപടികൾ ആ രാഷ്ട്രീയ തന്ത്രങ്ങളെല്ലാം പൊളിച്ചടുക്കി.